ഏഷ്യയിലെ ഏറ്റവും വലിയ ആമശില്പം രാമക്കൽമേടിന് സമീപം ആമപ്പാറയിൽ പൂർത്തിയായി. സാഹസിക സഞ്ചാരികളുടെ പറുദീസയായ ആമപ്പാറയിലെത്തുവാൻ ഇനി മറ്റൊരു കാരണം കൂടിയാണ് കൂർമ്മ എന്ന് നാമകരണം ചെയ്തിട്ടുള്ള ഭീമൻ ആമശില്പം. നാളെ ഉടുമ്പൻചോല MLA MM മണി ശില്പം സഞ്ചാരികൾക്കായി തുറന്നു നൽകും. ഈ വാർത്തയോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി കൂടുതൽ വാർത്തകളുമായി മിഡ് ഡേ ന്യൂസിൽ വിനിഷ ചേരും. ആമപ്പാറയുടെ പേരിനെ അന്വർത്ഥമാക്കുന്നതാണ് കൂർമ്മ ശില്പവും. 42 അടി നീളവും 30 അടി വീതിയും 15 അടി ഉയരവുമുള്ള ഭീമൻ ശില്പമാണ് സഞ്ചാരികളെ കാത്ത് ഒരുങ്ങിയിരിക്കുന്നത്. ശില്പത്തിന് ഉള്ളിലേക്ക് കയറിയാൽ ഇടുക്കിയെ മൊത്തമായി ആവാഹിച്ച രീതിയിലുള്ള മിനിയേച്ചർ ഗാലറിയും നയനമനോഹരമാണ്. ഇടുക്കി ആർച്ച് ഡാമും ഷട്ടർ ഉയർത്തിയ ചെറുതോണി ഡാമും ചെറുതോണി പാലം ഉൾപ്പെടുന്ന പ്രകൃതി ദൃശ്യങ്ങളും രാമക്കല്ലും കുറുവൻ കുറത്തി ശില്പവും മലമുഴക്കി വേഴാമ്പലും തമിഴകത്തിൻ്റെ വിദൂര ദൃശ്യങ്ങളുമെല്ലാം മിനിയേച്ചർ ഗാലറിക്കുള്ളിൽ ശില്പി ജോയ് ഡാനിയൽ തനിമ നിലനിർത്തി നിർമ്മിച്ചിട്ടുണ്ട്. മിനിയേച്ചറിൻ്റെ വർക്കുകൾ, അത് രാമക്കൽമേടിൻ്റെ മിനിയേച്ചർ, ഇടുക്കി ഡാമിൻ്റെ മിനിയേച്ചറുകളും, അതും ഒരു 6-7 മാസം കൊണ്ടാണ് അതും അകത്തെ ചെയ്തു തീർക്കാൻ സാധിച്ചത്. അതിൻ്റെ പെയിൻറ്റിങ്ങും എല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ സമയമെടുത്താണ് അതെല്ലാം ചെയ്തെടുത്തത്. ആമയുടെ ശില്പം എന്ന ആശയത്തിലേക്ക് എത്തുവാനുള്ള കാരണം ആമപ്പാറ എന്ന പേര് തന്നെയാണെന്ന് ഈ പദ്ധതിയുടെ സംരംഭകൻ രതീഷ് S. പ്രസന്നൻ പറയുന്നു. ഈ പേരിലേക്ക്, ഈ ശില്പനിർമ്മാണത്തിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്ഥലത്തിൻ്റെ പേര് തന്നെയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ആമപ്പാറ എന്നാണ്. അപ്പോൾ ആമപ്പാറയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ടൂറിസ്റ്റ് സാധ്യതകൾ എല്ലാ വശങ്ങളിലേക്കും ഉണ്ടാകുന്ന രീതിയിൽ സംഭവം ചെയ്യണമെന്നുള്ള ആശയത്തിൽ നിന്നാണ് ഇങ്ങനൊരു ശില്പനിർമ്മാണത്തിലേക്ക് വന്നത്. ആമപ്പാറയിലേക്കുള്ള ഓഫ് റോഡ് ജീപ്പ് സവാരിയും ഗുണാക്കേവിന് സമാനമായ ആമപ്പാറയും തമിഴ്നാടിൻ്റെയും പശ്ചിമഘട്ട മലനിരകളുടെയും വിദൂര കാഴ്ചയും ആസ്വദിക്കുന്നതിനൊപ്പം ഇനി കൂർമ്മയുടെ സൗന്ദര്യവും സഞ്ചാരികൾക്ക് സ്വന്തം. നാളെ ഉടുമ്പൻചോല MLA MM മണി ശില്പം സഞ്ചാരികൾക്കായി സമർപ്പിക്കും. കൈരളി ന്യൂസ്, ഇടുക്കി.